സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഈശോ കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പ്രസംഗിക്കണം. എന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ നോക്കിയാൽ ഈശോ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. ഈശോ വന്നപ്പോൾ തന്നെ പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്നിട്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. ഈശോ കുറെ കാര്യങ്ങൾ ചെയ്തത് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങളും ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറയുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കണം, രോഗികൾക്ക് സൗഖ്യം നൽകണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരോടും പറയുകയാണ്. ചുരുക്കത്തില് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു സുവിശേഷ വേല എന്താണോ ഈശോ ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ ശിഷ്യരെന്ന നിലയിൽ നമുക്കും ഈശോ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഈശോയെ ഉൾക്കൊള്ളാനായിട്ട് ജനതകളെ ഒരുക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ തൊട്ടടുത്ത് തന്നെ സ്വർഗരാജ്യമുണ്ട്, ആ സ്വർഗരാജ്യം സ്വീകരിക്കാനായിട്ട് നീ ഒരുങ്ങിയിരിക്കണം എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കണം. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ വേല മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട്